ഇത് നേരത്തെ തന്നെ ആണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ 26 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിനാണുള്ളത്. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളൊക്കെ തന്നെ ഒരു സമാധാനത്തിനാണുള്ളത്. എല്ലാവരും ഇനി വിശ്രമിക്കാൻ സമയമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായിട്ട് വളരെ സജീവമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തൊട്ട് തന്നെ തുടങ്ങി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന്. അപ്പോൾ ആ ഫൈനലാണിപ്പോൾ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് ഒരു വലിയ മാറ്റത്തിന് വഴിമരുന്നിടും. UDF സജ്ജമാണ്, മുസ്ലിം ലീഗും അതിലേറെ സജ്ജമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാവും. ബാക്കി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാം ഞങ്ങൾ വളരെ സജീവമായിട്ട് നടത്തിയിട്ടുണ്ട്. CPI പ്രഖ്യാപിച്ചു, CPM അല്പസമയത്തിനകം പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥികളെ. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തീയതിയെ സംബന്ധിച്ചുള്ള റിയാക്ഷൻ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായത് എപ്പോഴും നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ ഒരു മാസം കാത്തിരുന്നാലും വിധി നിർണ്ണയിക്കാൻ ഈ ദിവസമേ വേണ്ടതുള്ളൂ. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരുടെ പ്രോസസ്സും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ ലീഗിനെ സംബന്ധിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ സജ്ജാണ്. UDF-ന് കോൺഗ്രസ് മറ്റു പാർട്ടികളിലും ചെറിയ പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട്. അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ഉടനെ തന്നെ തീരുമാനമാവും. തീയതി ഇന്നറിഞ്ഞല്ലേ ഉള്ളൂ, ഇനി ഫാസ്റ്റാവും. ഈ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ലീഗിൻ്റെത് ഏറെക്കുറെ പൂർത്തിയായി. ഇപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇന്ന് നടന്ന ചർച്ച, ഇന്ന് ഉച്ചക്കല്ലേ ഇപ്പോൾ ചർച്ച അവസാനിച്ചു. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങൾ തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊന്ന് വിലയിരുത്തി നാളെ പറയാം. കൃത്യമായിട്ട് നാളെ പറയാം. നാളെ ഞങ്ങളൊരു കൂടിയാലോചന ഒന്നുകൂടി നടത്തുന്നുണ്ട്. പാർട്ടി തലത്തിൽ കൂടിയാലോചന നാളെ ഒന്നുകൂടി നടത്തും. അതിനുശേഷം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നാളെ സീറ്റുകളെ സംബന്ധിച്ച് UDF-ലുള്ള ചർച്ചകളൊക്കെ വിലയിരുത്തി തങ്ങൾ പിന്നെ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ് നാളെ എപ്പോഴാണെന്നുള്ളത് നാളെ നിങ്ങൾ അറിയിക്കാം. തീരുമാനം ആയി കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസും ലീഗും? തിരുവമ്പാടി പ്രത്യേകിച്ച് അല്ല, അങ്ങനെ ഇപ്പോൾ ഒന്ന് പറയാൻ ഓതറൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ അതാ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. നാളെ പിന്നെ കൂടിയാലോചന കഴിഞ്ഞ് പറയാമെന്ന് പറയുമ്പോൾ അതുവരെ കാത്തിരുന്നാൽ മതി. നാളെ മീറ്റിംഗ് എപ്പോഴാണ്? നാളെ രാവിലെയാണോ? ഇവിടെയാണോ? മണക്കാടാണോ? ജില്ലാ ലീഗ് ഓഫീസിലായിരിക്കും. അവിടെ മലപ്പുറം ജില്ലാ ലീഗ് ഓഫീസ്. നിങ്ങൾക്ക് സൗകര്യമാണല്ലോ അവിടെ.